എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 16 ഇന്ന് പൂരം നടക്കുമ്പോ, അതായത് പൂരമേളങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. 1992 ആരംഭിച്ച പൂരം അതേ ഭംഗിയോടെയും അതേ ആവേശത്തോടെയും എന്നും ആ പൂരം കണ്ടിന്യൂ ചെയ്യുന്നെന്ന് കാണുമ്പോ, ഇത് ആരംഭിച്ചു വെച്ച വ്യക്തിയുടെ മകളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. അതായത് എന്റെ അച്ഛൻ രവീന്ദ്രൻ നായർ 91, 92 കാലങ്ങളിലൊക്കെ ആശ്രമം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 91 54 ആനകളും അതേപോലെ അതിന്റെ മേളക്കാരും എടുപ്പ് കുതിരയും, അതായത് ഉത്സവത്തിന്റെ എടുപ്പ് കുതിരയും മേളക്കാരും എല്ലാരും ചേർന്ന് അമ്പല കുളത്തിന് ചുറ്റും നിന്നിട്ട് ആ ആനകളെ നിരത്തി നിർത്തിക്കൊണ്ട് മേളക്കാരെല്ലാരും കൂടെ ഒത്തുചേർന്ന് അമ്പലത്തിന്റെ മുന്നില് ഈ മേളം അടിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂരത്തിന്റെ പ്രതീതി അവിടെ കിട്ടുകയുണ്ടായി. കാര്യം അന്ന് എല്ലാവരും ഇങ്ങനെ ആ മേളം ഇങ്ങനെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്നത് കണ്ടപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ മാതൃക ആ 91 കാലഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായി. അപ്പോഴാണ് ഈ ഒരു പൂരം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ എന്നൊരു തോന്നൽ അന്നേരം ഈ 91 കാലഘട്ടത്തിൽ അന്നേരം ഉണ്ടായി. ഈ 54 ആന വരാനുള്ള കാരണവും എന്റെ അച്ഛൻ കൂപ്പില്, അതായത് 14 വർഷത്തോളം കൂപ്പ് നടത്തിയിട്ടുണ്ട്. അച്ഛൻ പറയായിരുന്നു, ശ്രീരാമചന്ദ്രനെ പോലെ ഞാൻ 14 വർഷം കാട്ടിലായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ കൂപ്പ് നടത്തിയ സമയത്ത് ആന ഉടമസ്ഥരുമായിട്ട് ഒരുപാട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ 91-ലും 92-ലും ഒക്കെ ഈ 50-ൽ പരം ആനകളായിരുന്നു നമുക്ക് ഇവിടെ സമർപ്പണമായിട്ട് ഭഗവാന്റെ നേർച്ചയായിട്ട് കിട്ടിയത്. കാരണം അദ്ദേഹത്തെ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആനകളെ സമർപ്പണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 54 ആനകള് അവിടെ നിരന്ന് നിന്ന് ആ പൂരപ്രതീതി ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ട് 92-ല് നമ്മള് പൂരം ആരംഭിക്കുകയായിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രശാന്തി കാഷ്യു ഓണറായ മോഹനചന്ദ്രൻ ചേട്ടനാണ് ആദ്യമായിട്ട് പൂരത്തിന് പൈസ തന്ന് സഹായിച്ചത്. അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തന്നെ ഭദ്രദീപം തെളിയിച്ച് ഇവിടെ പൂരത്തിന് ഭദ്രദീപം തെളിയിച്ച് നമുക്ക് ആരംഭിക്കുകയായിരുന്നു 92-ല്. അന്ന് ശങ്കരൻകുളങ്ങര ദേവസ്വം അവിടെ നിന്നാണ് ആളുകളൊക്കെ വന്ന് അവരുടെ മേൽനോട്ടത്തിൽ അതേപടി നമ്മുടെ തൃശ്ശൂർ പൂരം മാതൃകയിൽ തന്നെ അത് അവിടെ നിന്നുള്ള ആൾക്കാരും മേളക്കാരും അവിടുന്ന് തന്നെ വന്നിട്ടാണ് 92-ല് പൂരം ആരംഭിച്ചത്. ഇന്നും അതേ രീതിയിൽ ആ പൂരം കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനമുണ്ട്. എന്റെ അച്ഛന്റെ ആത്മാവിന് സന്തോഷം തീർച്ചയായിട്ടും കിട്ടും. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മുമ്പില് ആദരവും ഭഗവാന്റെ മുമ്പില് ഭക്തിയും ഓടുകൂടി ഞാൻ ഇന്ന് ഇത് സമർപ്പിക്കുകയാണ്. നമസ്കാരം. 1992 ഇതിന് പ്രാരംഭം കുറിച്ച ശ്രീ എൻ രവീന്ദ്രൻ പിള്ളയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞാൻ ആദരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.